പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് പഞ്ചസാരയും. കാരണം ബാക്കിയൊക്കെ നമ്മൾ ഈ പാലിൽ ഉപ്പും പഞ്ചസാര ഇട്ടുള്ളതുകൊണ്ട് അധികം ഇതിലിടണ്ട. പിന്നെ നമ്മൾ എടുത്തു വെച്ചാൽ പാലിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് ഇനി നല്ല പോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല പോലെ കുഴച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതൊരു പാത്രത്തിലാക്കിയിട്ട് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ നല്ല പോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നാനിൻ്റെ മാവ് സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് ഇനി ഗ്രിൽഡ് ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് ഒരു സൂത്രമാണ് കേട്ടോ. ചിക്കനുകൾ നല്ല മൂപ്പുള്ള ചിക്കനൊക്കെ കിട്ടും. അങ്ങനത്തെ ചിക്കനുകളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് അധികം വേവാൻ ഇതേപോലെ ഗ്രിൽമ വെക്കുമ്പോൾ ചിലപ്പോൾ പുറം ഭാഗം നല്ല പോലെ വെന്തുണ്ടാവും, ഉള്ളു വെന്തുണ്ടാവില്ല. അപ്പോൾ നമ്മളിത് വേവാൻ വേണ്ടിയിട്ട് കുറേ കണലിട്ടിട്ട് ആക്കുമ്പോൾ പുറം ഭാഗം ഫുള്ള് കരിയുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു സംഭവം ചെയ്യണമെങ്കിൽ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. ഗ്രിൽഡുമ്മ വെക്കുമ്പോൾ അധികം കരിച്ചൽ വരികയും ചെയ്യില്ല. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇപ്പോൾ 2 ടീസ്പൂണ് മുളകും പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ അറബിക് മസാല എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് ഒറിഗാനോ ഇടുക. ഒറിഗാനോ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് വരും. കുറച്ച് ഒറിഗാനോ ഇടുക. പിന്നെ കുറച്ച് നമുക്ക് പട്ടയുടെ പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് ഓണിയൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്യണേ. ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട്, കുറച്ച് പുളിയുള്ള തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ള മസാല റെഡിയായി. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഓവർ വേവാനും പാടില്ല, ഒരു മീഡിയം വേവിലെടുത്താൽ മതി. ഇനി അതിന് ശേഷം ഇതേപോലെ വടുട്ടിട്ട് നമ്മൾ ബാക്കി മസാല ഒക്കെ തേച്ച് ഒരു 2-3 മണിക്കൂർ നമ്മൾ എത്ര വെക്കണം അത്രയും ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുകയുള്ളൂ. പെട്ടെന്ന് ആരും മസാല പരട്ടിയിട്ട് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കരുത്, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. 2-3 മണിക്കൂറിന് ശേഷം ഗ്രിൽഡ് ചിക്കൻ വെക്കണം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാവാൻ വെച്ചേക്കാണ്. ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ നാൻ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തേണ്ട പരിപാടിയാണ്. ബോൾസായിട്ട് നമുക്കിനി ഇത് പരത്തിയെടുക്കാം. ഞാനിത് സ്ലേബും ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പരത്തണത്. കാരണം നല്ല പോലെ റൗണ്ട് വരാൻ നമുക്ക് പത്തിരിക്കല്ലിനേക്കാളും സൂപ്പറായിട്ട് ഇതേ സ്ലേബും ഇട്ടിട്ട് പരത്തുമ്പോൾ നമുക്ക് പറ്റും. പിന്നെ ഇനി ഇതിൻ്റെ മെയിൻ ആൾ ബട്ടറല്ലേ, ബട്ടർ ഇട്ടിട്ട് ഇത് ചുട്ടെടുക്കുകയാണ് പിന്നെ ചെയ്യണത്. അതിനുശേഷം പിന്നെ ഗ്രിൽഡ് ചിക്കൻ ഞങ്ങൾ പുറത്താണ് വെച്ചത്. മഴയില്ലാത്ത കാരണം പിന്നെ പുറത്ത് അടുപ്പുണ്ടാക്കി അങ്ങനെ അവിടെ വെക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കൊടുന്നിട്ട് പിന്നെ ഇനി സെറ്റ് ചെയ്തിട്ട് ഗ്രില്ലുമ്മ വെക്കാനുള്ള പരിപാടിക്കാണ്. ഗ്രിൽഡ് ചിക്കനും നാനും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് രണ്ടും കൂടിയിട്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുറച്ച് അമ്മൂസ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.